നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയ PFI പരിശീലകരിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക ലക്ഷ്യം. തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകി. മൊയ്തീൻകുട്ടിയിൽ നിന്ന് NIAക്ക് നിർണായക വിവരങ്ങൾ. നിർമ്മിത ബുദ്ധി ആണവോർജ്ജം പോലെ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI കണ്ടുപിടുത്തം ലോകത്തിലെ നിർണായക വഴിത്തിരിവ്. AI തൊഴിൽ ഇല്ലാതാക്കുകയില്ല, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രി ചെയർമാൻ മുകേഷ് അംബാനി. AI ഉച്ചകോടി ഡൽഹിയിൽ തുടരുന്നു. ഡോക്ടർമാരുടെ സമരത്തിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക്. PG വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചെന്ന പരാതിയിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. ഡോക്ടർക്ക് 10,000 രൂപ കൈക്കൂലി നൽകിയെന്ന് മൊഴി. നവകേരള സർവേ റദ്ദാക്കിയ ഉത്തരവിനെതിരെ അതിവേഗ നീക്കവുമായി സംസ്ഥാന സർക്കാർ. അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചു. സർവേ സർക്കാരിന്റെ നയപരമായ തീരുമാനമെന്നും ഇടപെടാൻ കോടതിക്ക് അധികാരമില്ലെന്നും വാദം. തമിഴ്നാട്ടിൽ DMKയുടെ സർജിക്കൽ സ്ട്രൈക്ക്. വിജയകാന്തിന്റെ DMK സഖ്യത്തിലേക്ക്. വിജയകാന്തിന്റെ ഭാര്യ പ്രേമലത വിജയകാന്ത് സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യസഭാ സീറ്റ് നൽകിയേക്കും.